ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അടുത്തുള്ള കൊണ്ടോട്ടിയുള്ള നമ്മുടെ മിനി ഊട്ടിയിലേക്കൊരു യാത്ര പോയല്ലോ എന്ന്. വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആ യാത്ര അങ്ങ് പോയി. ബൈക്കിലാണ് പോയത്. ബൈക്കിൽ പോകാൻ അത്ര നല്ല സ്ഥലമൊന്നും അല്ല. റോഡ് ചിലയിടത്ത് നിന്ന്, പക്ഷെ പലയിടത്തും പ്രശ്നമാണ്. ബൈക്കിലെന്ന് മാത്രമല്ല, കാറ് കൊണ്ടുപോകുമ്പോഴും അത്യാവശ്യം ഉയരമുള്ള വണ്ടി തന്നെ യൂസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം അത് അടിത്തട്ടുകയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. നല്ല നല്ല ഗർത്തങ്ങളാണ് ചില സൈഡിലൊക്കെയുള്ള റോഡെന്ന് പറഞ്ഞാൽ വലിയ വീതിയും ഇല്ല. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, അവിടെ എത്തുമ്പോൾ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്കെങ്കിലും എത്തണം. കുറഞ്ഞ വെയിലൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവിടെ ആ വെയിലെല്ലാം പോകാനും ആ തണുപ്പുള്ള ഒരു ക്ലൈമറ്റിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തിയാൽ അതിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ നമുക്ക് കഴിയും. ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഗാർഡൻ, പിന്നെ കുട്ടികൾക്കുള്ള റൈഡുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും രസകരമായ ഒരു സ്ഥലം തന്നെയാണ് മിനി ഊട്ടി എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് അത് കണ്ട് ആസ്വദിക്കുക. അപ്പോഴാണ് അത് പറയുന്നതിനേക്കാൾ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കിട്ടുക. ഞങ്ങളതിൻ്റെ കാഴ്ചകൾ പരമാവധി ആസ്വദിച്ചു. സമയത്തിൻ്റെ പരിധി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിപ്പെട്ട സമയം ഏകദേശം ഒരു 5 മണിയല്ല, 6 മണിയോട് അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ റോഡെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല റോഡൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോഴും ബൈക്കൊക്കെ എടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് 2 സൈഡും കാട് പോലെ, അങ്ങനെ ആളുകളൊന്നും ഉള്ള സ്ഥലങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്യണം. പിന്നെ എവിടെ ചെന്നാലും നമ്മൾ അതിഥികളാണല്ലോ. അവിടെയുള്ള ചൂടുള്ളതും തണുത്തതുമായ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. വേണ്ട വേണ്ട എന്നൊക്കെ തോന്നിയാലും അറിയാതെ നമ്മൾ അതെല്ലാം കഴിച്ച് രുചിച്ച് സമയം പോകുന്നത് അറിയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത്, അവിടുന്ന് നമുക്ക് ആകാശത്തിൽ ദൂരെ അങ്ങ് വിമാനം പറന്നു പോകുന്നത് കാണാം. കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കാം. ചില സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കും പങ്കുവയ്ക്കാം. പറന്നുയരാനും പറന്നുയരുന്നവരുടെ ജീവിതത്തിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ അവിടെ നിന്ന് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഊഞ്ഞാൽ, നമ്മുടെ താഴ്വരയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഊഞ്ഞാൽ, അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ പേടിയായിട്ടോ. അത് ആസ്വദിക്കുന്നവരും ഒരുപാടുണ്ട്. ആദ്യമെല്ലാം ആസ്വാദനം എന്നുള്ള രീതിയിൽ കയറിയാലും പേടിച്ച് കരയുന്നവരും മറ്റൊരു വിഭാഗക്കാരുണ്ട് കേട്ടോ. പിന്നെ പോകുമ്പോഴും വരുമ്പോഴും പ്രത്യേകമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ താഴ്വാര കാഴ്ചയാണ്. നമ്മൾ കയറി പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത് എന്നുള്ള കാഴ്ച, ലൈറ്റൊക്കെ ഇട്ട് സുന്ദരമായി നമ്മൾ നിന്നിരുന്ന സ്ഥലം നമുക്ക് താഴെ നിന്ന് നോക്കി കാണാം. മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കയറി പോകുന്ന ഓരോ താഴ്വാരങ്ങളെയും നമുക്ക് കാണാം. അതിന് മുകളിൽ നിന്നാൽ സന്ധ്യാനേരത്ത് എല്ലായിടത്തും ലൈറ്റ് മാത്രം മിന്നി തെളിഞ്ഞ് ഇരുട്ടിൽ ആ ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ച് മിന്നാമിന്നികളെപ്പോലെ നമുക്ക് ആ കാഴ്ചയും, സുന്ദരമായ ആ കാഴ്ചയും ആസ്വദിക്കാൻ സാധിക്കും. നിറങ്ങൾ ചാലിച്ച ആകാശത്തിൻ്റെ ഭംഗിയും താഴ്വരയുടെ പച്ചപ്പും നഗരത്തിൻ്റെ പ്രഭാവലയവും എല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. യഥാർത്ഥത്തിൽ മിനി ഊട്ടി എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്. ഫാമിലിയായും കൂട്ടുകാരോടൊപ്പവും പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ ഇവിടെ എത്തിച്ചേരാൻ മറക്കരുതേ. ഇനി പോയി കണ്ടവരുണ്ടെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോയിൽ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ.
അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി പിന്നീട് ഒരിക്കൽ കാണാം. അതുവരേക്കും ബൈ.